നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും പെൻഷനും പിടിച്ചെടുത്ത് ജീവാനന്ദം പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ ഗൂഢശ്രമം അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്റ്റേറ്റ് എംപ്ലോയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജീവാനന്ദം എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പിലാക്കാനുള്ള നീക്കം നിലവിലുള്ള ശമ്പളവും പെൻഷനും കവർന്നെടുക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഫലമാണ്. ഈ പദ്ധതിക്ക് പിന്നാലെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല. പെൻഷൻ പറ്റുന്ന ജീവനക്കാർക്ക് പുതിയൊരു പദ്ധതിയുടെ ആവശ്യം എന്താണെന്ന് പറയാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളായി നൽകാനുള്ള 42,000 കോടി രൂപ സർക്കാർ കവർന്നെടുത്തിരിക്കുകയാണ്. 2019 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക തുക പോലും ഇതുവരെ നൽകിയിട്ടില്ല. 4 ഗഡുക്കളായി നൽകുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ നാളിതുവരെ നൽകിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും അധികം ക്ഷാമബദ്ധ കുടിശ്ശികയുള്ള സംസ്ഥാനം കേരളമാണ്. 6 ഗഡുക്കളായി 19% ഈ ഇനത്തിൽ ജീവനക്കാർക്ക് നൽകാനുള്ളത്. 5 വർഷമായി ലീവ് സറണ്ടർ നൽകുന്നുമില്ല. ഈ തുക PF-ൽ ലയിപ്പിക്കും എന്ന് പറഞ്ഞതല്ലാതെ അത് അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടുമില്ല. ജീവനക്കാരുടെ 15 മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുകയാണ് ഈ ഗവൺമെന്റ് പിടിച്ചുവെച്ചിരിക്കുന്നത്. അത് എപ്പോൾ നൽകുമെന്ന് പറയാനുള്ള മര്യാദ പോലും അവർ കാണിക്കുന്നില്ല. കുടിശ്ശിക DA-യിൽ 2% അനുവദിച്ചപ്പോൾ 39 മാസത്തെ അരിയർ നിഷേധിച്ചു. 12ാം ശമ്പള പരിഷ്കരണം യഥാർത്ഥമാക്കേണ്ട 2024 ജൂലൈ 1-ന് 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക പോലും നൽകാൻ കഴിയാതെ സർക്കാർ ധൂർത്തുകൾക്ക് പണം കണ്ടെത്തുന്നതിൽ മുൻപന്തിയിലാണ്. സർക്കാർ ജീവനക്കാരുടെ മേഖലയിൽ മാത്രമല്ല, ക്ഷേമ പെൻഷൻ നൽകാനായി ഇന്ധന സെസ് ഏർപ്പെടുത്തിയിട്ട് പോലും 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിലെ ജീവനക്കാരുടെ വിഹിതം ഇൻഷുറൻസ് കമ്പനികൾക്ക് കൈമാറുന്നുമില്ല. അതിൽ നിന്നും ഒരു പങ്ക് സർക്കാർ കവർന്നെടുക്കുകയാണ്. പ്രതിവർഷം 334 രൂപ വീതമാണ് ഓരോ ജീവനക്കാരിൽ നിന്നും സർക്കാർ വകപിരിയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരള ജനത ഒന്നടങ്കം ഈ ഗവൺമെന്റിന് എതിരെ വിധി എഴുതിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ച് നടക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ജനവിരുദ്ധത മുഖ്യമുദ്രയാക്കിയ ഒരു ഭരണകൂടത്തിൽ നിന്നും അതൊന്നും പ്രതീക്ഷിക്കാൻ ഇല്ലാത്ത അവസ്ഥയാണ്. ജീവാനന്ദ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിനെ അനുവദിക്കില്ല. ഏകപക്ഷീയമായി ഇതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു.